ചതിക്കരുത്. ചതിയൻ ചതിക്കുഴിയിൽ തന്നെ വീഴും. കൂട്ടുകാരനെ സിംഹത്തിന് കൊടുത്ത കുറുക്കന്റെ കഥ കേൾക്കൂ. കഴുതയും കുറുക്കനും. കുറുക്കനും കഴുതയും ചങ്ങാതിമാരായി. അവർ എന്നും ഒരുമിച്ച് നടക്കാനിറങ്ങും. സുഹൃത്തെ, എനിക്കൊരു മോഹം, ഒന്ന് വേട്ടയാടണം. അതിനെന്താ, ഇപ്പോൾ തന്നെ പോകാമല്ലോ. നമുക്കൊരു വലിയ മൃഗത്തെ പിടിക്കാം. കാട്ടിലൂടെ കുറേ ദൂരം നടന്നിട്ടും മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ചങ്ങാതി, ഞാൻ നടന്നു തളർന്നു. ഇനി ഒരടി നടക്കാൻ വയ്യ. അടുത്തായി ചെറിയ വല്ല മൃഗങ്ങളും ഉണ്ടോ എന്ന് നോക്കാമോ? ഞാൻ ഇവിടെ ഇരിക്കാം. കുറുക്കന് അപകടം മനസ്സിലായി. എന്തായാലും രക്ഷപ്പെടാൻ ഒരു ബുദ്ധി പ്രയോഗിക്കാം. കുറുക്കൻ രണ്ടും കൽപ്പിച്ച് സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. മൃഗരാജൻ, അങ്ങ് വല്ലാതെ വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത്തിരി ശരീരം മാത്രമുള്ള എന്നെ ഭക്ഷിച്ചാൽ അങ്ങേക്ക് വിശപ്പടക്കാൻ കഴിയില്ല. അതിനാൽ ഒരു വലിയ മൃഗത്തെ ഞാൻ അങ്ങേക്ക് തരാം. വലിയ മൃഗമോ? അതെവിടെ? ഞാൻ വരുന്ന വഴിയിൽ ഒരു കഴുതയെ കണ്ടു. നല്ല പുഷ്ടിയുള്ള ഒരെണ്ണം. ഏതായാലും ഒരു സൂത്രം പ്രയോഗിച്ച് ഞാൻ അവനെ കൊടുക്കാം. എന്നെ പോയി വരാൻ അനുവദിക്കണം. ശരി, നീ പോയി വരൂ. ഹാവു, രക്ഷപ്പെട്ടു. ഇനി എങ്ങനെയെങ്കിലും ആ കഴുതയെ കുടുക്കി സിംഹത്തിന്റെ മുന്നിലെത്തിക്കണം. കുറുക്കൻ ഓടി കഴുതയുടെ അടുത്തെത്തി. സുഹൃത്തെ, വല്ല മൃഗത്തെയും കണ്ടോ? ഞാൻ നല്ല ഒരു ഇരയെ കണ്ടു. ഒരു മുടന്തൻ പുലി, വയസ്സനുമാണ്. നമുക്കവനെ പിടിക്കാം. അതിന് നിന്റെ സഹായം വേണം. കൊള്ളാം, എന്ത് സഹായമാണ് വേണ്ടത് പറഞ്ഞോളൂ. നീ കെണിയിലകപ്പെട്ട പോലെ കിടക്കണം. അപ്പോൾ പുലി പതിയെ അടുത്തുവരും. ഞാനപ്പോൾ മറഞ്ഞു നിന്ന് അവന്റെ മുകളിൽ ചാടി വീഴാം. ഇത്രയും പറഞ്ഞ് കുറുക്കൻ കഴുതയെ ഒരു വേടന്റെ കെണിയിലെത്തിച്ചു. കുറുക്കന്റെ വാക്ക് വിശ്വസിച്ച കഴുത കെണിയിൽ വീണ് കിടന്നു. കൊള്ളാം, ഞാനിപ്പോൾ വരാം. കുറുക്കൻ ഓടി സിംഹത്തിന്റെ അടുത്തെത്തി. പ്രഭു, ഞാൻ പറഞ്ഞതുപോലെ ഒരു സൂത്രം പ്രയോഗിച്ച് അവനെ കുടുക്കിയിട്ടുണ്ട്. അങ്ങ് വന്ന് വിശപ്പടക്കിയാലും. സിംഹം കുറുക്കന്റെ പിന്നാലെ ചെന്നു. അവിടെ അതാ ഒരു കഴുത വലയിൽപ്പെട്ട് കിടക്കുന്നു. ഇവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഏതായാലും അടുത്ത് ചെന്ന് നോക്കാം. അയ്യോ! അപ്പോൾ സിംഹത്തിന് ഒരു ബുദ്ധി തോന്നി. ഏതായാലും ഇവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ ബോധവും പോയി. എന്നാൽ ഇന്ന് കുറുക്കനെ തിന്നാം. കഴുതയെ നാളെ മതി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കൂട്ടുകാരനെ ബലി കൊടുത്ത ഇവൻ സൂത്രശാലിയാണ്. ഇവനെ പിടിക്കാൻ ഒരു ബുദ്ധി തന്നെ പ്രയോഗിക്കാം. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? നിന്നെ എന്റെ മന്ത്രിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വരൂ, ഈ രാജചിഹ്നം സ്വീകരിക്കൂ. മന്ത്രിയാവാൻ കിട്ടിയ അവസരമല്ലേ? അവൻ സിംഹത്തിന്റെ അരികിലേക്ക് ചെന്നു. നോക്കണേ, ചതിയന് കിട്ടിയ ശിക്ഷ.